ഹായ് ഫ്രണ്ട്സ്, ഞാൻ മാർട്ടിൻ. ആലപ്പുഴ ജിംഖാന സിനിമ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ നേരെ കടക്കുകയാണ്. ശരിക്കും ഞാൻ ഈ സിനിമയ്ക്ക് പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ സിനിമയ്ക്ക് ഹൗസ് ഫുള്ളായിരുന്നു. എല്ലാ തിയേറ്ററുകളിലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തോടെ അതിൻ്റെ ഹൗസ് ഫുള്ളിൻ്റെ പരിപാടി തീരും. എല്ലാവരും എന്തോ നസ്ലൈനിലൊക്കെ പ്രതീക്ഷിച്ച് ബോക്സിങ്ങിലൊക്കെ പ്രതീക്ഷിച്ച് ഇന്ന് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് എന്ന് വിചാരിച്ചു. എന്നാൽ അങ്ങനെയല്ല. ഈ സിനിമയിൽ ഖാലിദ് റഹ്മാനാണ് ഈ സിനിമയ്ക്ക് ഡയറക്ടർ ആൻഡ് മികച്ച ഡയറക്ഷൻ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറി കക്ഷിയാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഡയലോഗ് ചെയ്തിരിക്കുന്നത് രതീഷ് രവിയാണ്. അതേപോലെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് ശ്രീനി സസീന്ദ്രനാണ്. ഈ 3 പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ് പറയുകയാണ്. കാരണം എന്നെ തിയേറ്ററിൽ വെച്ചിട്ട് ഇവർ ആശുപത്രിയിലേക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറ്റുമോയെന്ന് ഞാൻ കരുതിപ്പോയി. അത്രയധികം കോമഡി, ഒരു ചാക്ക് കോമഡി എന്നല്ല, ഒരു ലോഡ് കോമഡി. ഇടവേള കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. അത്രയും കോമഡി. അപ്പം ഞാൻ കണ്ണടച്ചിരുന്നാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അങ്ങനെയെങ്കിലും കുറച്ച് ആശ്വസിക്കാമല്ലോ. ചിരിച്ചിട്ട് ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ ചിരിയേ വരുന്നില്ല പറയില്ലേ. പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്ന രീതിയിലുള്ള കോമഡികൾക്ക് എനിക്ക് പെട്ടെന്ന് ചിരി വരും. ഞാൻ ചിരിച്ചൊരു വഴിയായി. കണ്ണടച്ചിരുന്നാലോ തോന്നിപ്പോയി. പക്ഷേ അപ്പോഴും ഓഡിയോ വരികയല്ലേ. രതീഷ് രവിയാണ് ഇതിൻ്റെ ഡയലോഗ്. അപ്പം കക്ഷി തന്നെ ആയിരിക്കും ഇത്രയധികം കോമഡി അതിൽ കൊടുത്തിട്ടുണ്ടാവുക എന്ന് കരുതുന്നു. അല്ല ഇനി ഖാലിദ് റഹ്മാനും അതേപോലെ ശ്രീനി സസീന്ദ്രനും 3 പേരും ഉണ്ടോ അറിയില്ല. കോമഡിയുടെ ഓഡിയോ ഇങ്ങനെ വരികയല്ലേ. അപ്പോൾ ചിരി, അതായത് ഇതിലെ ഓരോ സെൻറ്റൻസിലും ഓരോ ഡയലോഗിലും കോമഡി കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ്. മാത്രമല്ല അത് പ്രസൻസ് ചെയ്യുന്നവരുടെ അഭിനയം അതൊരു പ്രാധാന്യമുള്ളതാണല്ലോ. അപ്പോൾ ഇത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ നന്നായിട്ട് കോമഡിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിരിച്ചൊരു വഴിയായി. പിന്നെ ഇതിൽ നസ്ലൻ്റെ കഥാപാത്രം ജോജോ ജോൺസൺ, ശരിക്കും പറഞ്ഞാൽ പ്രേമലു ആകട്ടെ അയം കാതലിനാകട്ടെ ഇതിലൊക്കെ നസ്ലൻ്റെ അഭിനയം എനിക്ക് വലിയൊരു കാര്യമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം പ്രേമലുവും നസ്ലൻ അതിലുണ്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വളരെ നല്ല പെർഫോമൻസ് കക്ഷി ചെയ്തത് കൊണ്ടാണ് പ്രേമലുവൊക്കെ അത്രയും നന്നായിട്ട് പോയത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് പേഴ്സണലായിട്ട് എനിക്ക് ആ കഥ കൊണ്ടും ആ സിനിമയിലെ എല്ലാവരുടെ പെർഫോമൻസ് കൊണ്ടും എന്നായിരുന്നു എൻ്റെ ചിന്ത. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ അയം കാതലൻ സിനിമ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമേ ആയില്ല. പക്ഷേ ഈ സിനിമയിൽ നസ്ലൻ ഗഫൂർ ഇങ്ങനെയല്ല. കക്ഷി പൊള്ളിച്ചിട്ടുണ്ട്. കക്ഷിയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ പ്രസൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്ക് കോളേജ് കുട്ടികൾ, സ്കൂൾ കുട്ടികളൊക്കെ എന്തൊക്കെ തമാശ പറയും അതൊക്കെ തന്നെ നസ്ലന് ശരിക്ക് ചെയ്യാൻ പറ്റും. കക്ഷിയുടെ ഒരു എന്താ പറയുക ക്യാരക്ടർ, റിയൽ ക്യാരക്ടർ തന്നെ ആ രീതിയിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ കക്ഷി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നസ്ലൻ ഗഫൂറിൻ്റെ ആ ആക്ഷൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക. കക്ഷി ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ നല്ല എനർജറ്റിക് ആയിട്ട് വളരെ പവർഫുള്ളായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മളെ നന്നായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. അതേപോലെ നല്ല ത്രില്ലടിപ്പിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ എനർജറ്റിക് ആയിട്ട് മറ്റുള്ളവർക്ക് ഊർജ്ജം കൊടുത്തുകൊണ്ടും ഒക്കെ നന്നായിട്ട് ത്രില്ലടിപ്പിക്കുന്നുണ്ട്. കക്ഷി പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ഷിഫാസ് എന്നൊരു കഥാപാത്രത്തെ ഫ്രാങ്കോ ഫ്രാൻസിസ് ആണ് ചെയ്തതെന്ന് ഞാൻ കരുതുന്നു. കക്ഷി പൊളിച്ചിട്ടുണ്ട്. കക്ഷിയുടെ ബോക്സിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കക്ഷി പൊളിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നടാശ എന്ന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത് അനഘ മായയാണ്. കക്ഷി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാനവാസ് എന്ന കഥാപാത്രത്തെ ചെയ്തത് ശിവ ഹരിഹരനാണ്. പുള്ളി വളരെ സീരിയസ് ആയിട്ട് ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് സീരിയസ് ആയിട്ട് നന്നായിട്ട് കക്ഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ലുക്മാൻ അവറൻ്റെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അടുത്ത് വന്ന സിനിമകളൊന്നും അത്രയ്ക്ക് പോരായിരുന്നു. ശരിക്കും ഇത് ലുക്മാൻ അവറിൻ്റെ ഒരു തിരിച്ചു വരവാന്ന് പറയാം. കക്ഷിക്ക് ഇതിൽ നല്ല സീരിയസ് ആയ ഒരു ക്യാരക്ടറാണ്, ഒരു കോച്ചിൻ്റെ കഥാപാത്രം ലഭിച്ചിട്ടുണ്ട്. അത് കക്ഷി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു സിനിമ, എല്ലാവരും ഫാമിലിയായി പോയി കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ആലപ്പുഴ ജിംഖാന ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മറ്റ് സിനിമകൾ കണ്ടിട്ടില്ല. കണ്ടതിന് ശേഷം ആ സിനിമകളുടെ റിവ്യൂ പറയാം.
പക്ഷേ എനിക്ക് നോക്കിയിട്ട് ഈ സിനിമ ഗംഭീരമാണ്, ഇത് തന്നെ സ്കോർ ചെയ്യുമെന്നാണ് കരുതുന്നത്. നമുക്ക് നോക്കാം, ഞാൻ മറ്റുള്ള സിനിമകളും കണ്ടിട്ട് ബാക്കി പറയാം. എന്തായാലും പൊളിച്ച സിനിമയാണ്, എല്ലാവർക്കും പോയിട്ട് നല്ല ത്രില്ലിങ്ങോടെയും നല്ല ചിരിച്ചുകൊണ്ടും ഈ സിനിമ കണ്ട് ആസ്വദിക്കാം. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജിംഷി ഖാലിദാണ്. അതേപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ്. രണ്ടുപേരും കൂടി നല്ല കളർഫുള്ളായ നല്ല കളറുള്ള ഒരു സ്ക്രീന് തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ജിംഷി ഖാലിദിൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രാഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോക്സിംഗ് ഒക്കെ വളരെ ഫാസ്റ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ വളരെ ഫാസ്റ്റാണ്. അതിനനുസരിച്ച് തന്നെ ജിംഷി ഖാലിദ് ആ ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് എഡിറ്റിങ് നിഷാദ് യൂസഫും ചെയ്തിട്ടുണ്ട്. പിന്നെ ഖാലിദ് റഹ്മാൻ്റെ ഡയറക്ഷൻ മികച്ച ഡയറക്ഷൻ തന്നെയാണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം, തിരക്കഥയും നന്നായി വന്നിട്ടുണ്ട്, കഥയും നന്നായി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സിനിമയ്ക്ക് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ആ രീതിയിൽ പോയി അവസാനിക്കുന്നുണ്ട്, പക്ഷേ രണ്ടാം ഭാഗം ഉണ്ടാവുമെന്ന് പറയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടാം ഭാഗം വരണം ഇതിന്. കാരണം അതിന് കട്ട വെയിറ്റിംഗ് ആണ്. ഇനി എന്ത് എന്നൊരു ചിന്തയിലാണ് അവസാനം വരെ. അതായത് സിനിമ കഴിയുമ്പോൾ ഇങ്ങനെ പേരിടുമല്ലോ, പേരിടുമ്പോൾ എല്ലാവരും അവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം രണ്ടാം ഭാഗം ഇതിൽ പറയുമോ അല്ല ഇനി വേറെ എന്തെങ്കിലും ഒരു സംഭവം ഇതിൽ കാണിക്കോ പറഞ്ഞ് കുറേ പേര് അവിടെ തന്നെ ഇരുന്നു, ഞാനും ഇരുന്നു. കാരണം ആ ഒരു പ്രതീക്ഷ ആ സിനിമ തരുന്നുണ്ട്. അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവർ അവസാനം കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രണ്ടാം ഭാഗത്തിനായിട്ട് കട്ട വെയിറ്റിംഗ്.